സിറ്റി ഹാളിൽ ഇന്ന് വൈകുന്നേരം ഒരു പബ്ലിക് മീറ്റിംഗ് ഉണ്ട്. There is a public meeting in the city hall this evening. പ്രഭാഷകൻ ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ട്. The speaker has come from Delhi. ഇപ്പൊ വന്നിട്ടുണ്ട് എന്ന് പറയാൻ has come. അദ്ദേഹം ഒരു കവിയാണ്. He is a poet. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞേ, there is a public meeting in the city hall this evening. The speaker has come from Delhi. He is a poet. കഴിഞ്ഞ വർഷം ഒരുപാട് ആപ്പിൾ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഇയർ ആപ്പിൾസ് were available in plenty. were available ലഭ്യമായിരുന്നു ധാരാളം, in plenty. പക്ഷെ ഈ വർഷം ആപ്പിൾ എന്ന് പറഞ്ഞാൽ കാണാനേ കിട്ടുന്നില്ല. ബട്ട് ദിസ് ഇയർ ആപ്പിൾ ഹാസ് ബിക്കം എ റെയർ ഫ്രൂട്ട്. ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഷോർട്ട് കോൺവെർസേഷൻസ് പഠിക്കണം. പല പല ടെൻസുകൾ ഇങ്ങനെ മിക്സ് ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കോൺവെർസേഷൻ പഠിച്ചാലേ പറ്റുള്ളൂ. എൻ്റെ കാണാതെ പോയ പേനയ്ക്ക് ഒരു ഗോൾഡ് ക്യാപ്പ് ആയിരുന്നു എന്നെങ്ങനെ പറയും? ദ പെൻ ദാറ്റ് ഐ ഹാവ് ലോസ്റ്റ് ഹാസ് എ ഗോൾഡ് ക്യാപ്പ്. എനിക്ക് നഷ്ടപ്പെട്ട, ഹാവ് ലോസ്റ്റ്, നഷ്ടപ്പെട്ട എന്നാണ് അർത്ഥം. ഇവിടെ ഹാസ് എ ഗോൾഡ് ക്യാപ്പ്. ഇവിടെ ഹാസ് എ ഗോൾഡ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്വർണ്ണ ക്യാപ്പാണ് ഉള്ളത്. അവിടെ ഹാസിന്റെ അർത്ഥം ഉള്ളത് എന്നാണ്. മാർക്കറ്റിൽ നല്ല മാങ്ങകൾ കിട്ടും, പക്ഷെ 1 കിലോയ്ക്ക് 200 രൂപയാണ്. മാംഗോസ് ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ബട്ട് 1 കിലോ കോസ്റ്റ് ₹200. അപ്പൊ ഇവിടെ ആർ അവൈലബിൾ, ഇപ്പോൾ അവൈലബിൾ ആണെന്ന്. അച്ഛാ എനിക്ക് പുതിയ ബാഗ് വേണം. Dad, I want a new bag. Where is the bag that I bought you last month? അമ്മ എനിക്കൊരു പെൻസിൽ വേണം. Mom, I want a pencil. ഇന്നലെ വാങ്ങിച്ചത് എവിടെ പോയി? Where is the one that you bought yesterday? ചായ ഭയങ്കര കടുപ്പാണ്, കുറച്ചുകൂടെ പാൽ ഒഴിക്കേണ്ടി വരും. The tea is very strong. I must pour some more milk into it. പഞ്ചസാര ഒട്ടുമില്ല, ഇന്ന് പഞ്ചസാര വാങ്ങിക്കണം. There isn't any sugar. You must buy some today.